ഹായ് ഹലോ വെൽക്കം ടു വൺസ്. സോ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് മെഷീനറിയിലെ മോഡ്യൂൾ 1 ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ PCMET 303 ആണ് കോഡ് വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് 4 വരുന്ന സബ്ജക്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മോഡ്യൂൾ 1 നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് നോക്കാം. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A flat plate is moving over another stationary plate 1 millimeter apart. The space is filled with a fluid having viscosity 0.2 Newton second per meter square. If the velocity of the moving plate is 2 meter per second, calculate the velocity gradient, shear stress on the fluid, force required to keep the plate moving if the area is 0.5. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് പറഞ്ഞാൽ, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ മേലെ കൂടെ മൂവ് ചെയ്യാണ്. ഒരു 1 millimeter അപ്പാർട്ടാണ് തമ്മിൽ വേണ്ടത്. സ്പേസിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, വിസ്കോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ 2 meter per second ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്താ, വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം du/dy. അതിൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2 meter per second ആണ്. ഇനി dy എന്ന് പറയുന്ന നേരത്തെ എന്താ, ഈ ഒരു ഡിസ്റ്റൻസ് അതെന്ന് പറഞ്ഞാൽ എന്താ 1 millimeter ആണ്. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, du/dy കിട്ടും. സെയിം യൂണിറ്റിൽ വേണം ചെയ്യും. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോ ഈക്വൽ ടു എന്താ, mu into du/dy ആണ്. അപ്പോൾ ഈ റിലേഷനിൽ du/dy നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിച്ചു. mu എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.2. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടോ കിട്ടും. ക്ലിയർ അല്ലേ? ആൻഡ് ഫൈനലി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, ഫോഴ്സ് റിക്വയർഡ് ആണ്. ടോ ഈക്വൽ ടു നമുക്ക് എന്താ F/A എന്നറിയാം. അത് തന്നെയാണ് എന്ത്, mu into du/dy. സോ ഇത് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിന്ന് ടോ കിട്ടി. സോ ഫോഴ്സ് എന്ന് പറയുന്നിടത്ത് എന്താ, സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്താൽ പോരെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഫോഴ്സ് കിട്ടും. സോ ആൻസേഴ്സ് നമുക്ക് നോക്കാം. വെലോസിറ്റി ഗ്രേഡിയൻ്റ് du/dy ആണ് ചെയ്യുമ്പോൾ 2000 per second വരും. ടോ ഈക്വൽ ടു എന്താ, mu into du/dy. അതിൽ 0.2 into du/dy ചെയ്യുമ്പോൾ എന്താ 4000 പാസ്കൽ വരും. ആൻഡ് ഫൈനലി F ഈക്വൽ ടു എന്താ, സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യുന്നു, 200 ന്യൂട്ടൺ കിട്ടുന്നു. സോ 2000, 4000, 200 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ആ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഫോർമുലാസ് പറയുക. ടോ ഈക്വൽ ടു mu into du/dy. അതാണ് ജനറൽ ഫോർമുല, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. An oil of viscosity 5 poise is used for lubrication between a shaft and sleeve. The diameter of shaft is 0.5 meter and it rotates at 200 rpm. Calculate the power lost in oil for a sleeve length of 100 millimeter. The thickness of oil film is 1 millimeter. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്, ഒരു ഓയിൽ വിസ്കോസിറ്റി 5 പോയിസ് ആണ് ലൂബ്രിക്കേഷന് വേണ്ടി, ഷാഫ്റ്റും സ്ലീവിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഒരു ഷാഫ്റ്റ് ആൻഡ് സ്ലീവ് മെക്കാനിസം ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്താണ്, ഒരു ഓയിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്താണ്, ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിൻ്റെ വിസ്കോസിറ്റി വന്നിട്ടുണ്ട്, mu നമുക്ക് വന്നിട്ടുണ്ട് 5 പോയിസ്. ആൻഡ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡയമീറ്റർ നമുക്ക് എന്താണ് 0.5 പറഞ്ഞിട്ടുണ്ട്. ആൻഡ് റൊട്ടേറ്റ്സ് അറ്റ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ് 200 rpms ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി പവർ ലോസ്റ്റ് ആണ് പറഞ്ഞേക്കുന്നത് ഫോർ എ സ്ലീവ് ലെങ്ത്. ഇതിൻ്റെ ലെങ്ത് നമുക്ക് എത്രയാണ്, 100 millimeter വന്നിട്ടുണ്ട്. ആൻഡ് ദി തിക്നെസ് ഓഫ് ഓയിൽ ഫില്ലിംഗ്, ഈ ഒരു തിക്നെസ് തന്നേക്കുന്നത് 1 millimeter ആണ്. ഇത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും പവറിൻ്റെ ജനറൽ റിലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. പവർ ഈക്വൽ ടു 2π nt/60 ആണ്. അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ വെലോസിറ്റിയുടെ ടേംസിൽ നമുക്ക് എടുക്കാൻ പറ്റും. 2π nt/60 എന്ന് എടുക്കാം. സോ ഇതിലെന്താ, n എന്ന് പറയുന്നത് RPM ആണ്. എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി വന്നിട്ടുണ്ട് 200 RPM ആണെന്നുള്ളത്. P ഈക്വൽ ടു 2π nt/60 ആണ് വേണ്ടത്. ഇനി T എന്ന് പറയുന്ന നേരത്തെ എന്താ, നമുക്ക് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് F ഇൻറ്റു d/2 എന്ന് പറഞ്ഞാൽ എന്താ പുട്ട് ചെയ്യാം. ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താ, ഫോഴ്സ് എന്ന് പറയുന്ന നേരത്ത് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു, ടോ ഇൻറ്റു A. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ mu into du/dy. സോ ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം, mu into du/dy. അതിന് du/dy വേണം, അതേപോലെ തന്നെ എന്താ മ്യൂവും വേണം അല്ലേ. സോ du/dy എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ u എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, πdn/60. RPM നമുക്ക് തന്നിട്ടുണ്ട്, n അറിയാം. സോ πdn/60 ചെയ്യുമ്പോൾ നമുക്ക് u കിട്ടും. u/dy നമുക്ക് അറിയാം, ഇവിടെ 1 millimeter തന്നിട്ടുണ്ട്. സോ du/dy കിട്ടും. du/dy എന്താ, mu into du/dy ചെയ്യാം.
മ്യൂ നമുക്ക് 5 പോയിസ് തന്നിട്ടുണ്ട്. 1 പോയിസ് എന്ന് പറഞ്ഞാൽ 1/10 Nm/m². ആണ്. സോ 5 പോയിസിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ടോ കിട്ടും. ടോ ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം πd ഇൻറ്റു L അല്ലേ. നമ്മൾ ആ സിലിണ്ടറിൻ്റെ πd സർക്കംഫറൻസ് വരും, ഇൻറ്റു L ചെയ്യുമ്പോൾ ഏരിയ കിട്ടും. സോ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ πdl ആണ്. അത് കഴിയുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടും. ഫോഴ്സ് കൊണ്ട് നമ്മൾ എന്താ ഇൻറ്റു ഡയമീറ്റർ/2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോർക്ക് കിട്ടും. 2π×T/s ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പവർ കിട്ടും. അപ്പോൾ ഇതാണ് ചെയ്യേണ്ട സ്റ്റെപ്പ്. സിമ്പിളാണ്. ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അതനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇനീഷ്യലി മ്യൂ വന്നേക്കണ കൺവേർട്ട് ചെയ്ത് 0.5 ഡയമീറ്റർ RPM തന്നിട്ടുണ്ട്. ലെങ്ത് എല്ലാം നമ്മൾ മീറ്ററിലേക്ക് എല്ലാം ബേസിക് യൂണിറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. രണ്ടാമത് എന്താണ് പിടിക്കുക വെലോസിറ്റി U = πdn/60 ആണ്. നിങ്ങൾക്ക് 5.23 വരും. അതേപോലെ ടോ = μ × du/dy ആണ്. ഇതിൽ നമുക്ക് എന്താ du/dy ഇവിടെ നിന്ന് 5.23/OI തന്നേക്കണ എടുക്കാം. മ്യൂ നമുക്ക് തന്നിട്ടുണ്ട് 5 പോയിസ് 0.5 വന്നു. സോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ 2617.5 വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇൻറ്റു ഏരിയ. സ്ട്രെസ് നമുക്കറിയാം, ഏരിയ ഞാൻ പറഞ്ഞു πdl എടുക്കാനായിട്ട് ചെയ്യുമ്പോൾ 410.95 വരും ഫോഴ്സ്. അത് കഴിയുമ്പോൾ ടോർക്ക് കണ്ടുപിടിക്കുക. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് ഇൻറ്റു d/2. സോ വിൽ ബി ഗെറ്റിംഗ് ആൻസർ 102.74 വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക പവർ ലോസ്റ്റ് 2π×T/60 ആണ്. T അറിയാം, N അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടും 2.15 kW. സോ സിമ്പിളാണ്, ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോകാവുന്നതാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതനുസരിച്ച് എന്താ ചെയ്തു തുടങ്ങാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. 2 large plane surfaces are 2.4 cm apart. The space between the surface is filled with glycerin. What force is required to drag a very thin plate of surface area 0.5 square meter between the 2 large plane surfaces at a speed of 0.6 meter? If the thin plate is in the middle of 2 plane surface and the thin plate is at a distance of 0.8 cm from one of the plate, take dynamic viscosity of glycerin as 8 × 10⁻⁻1 Nm/m². അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് എന്താ 2 പ്ലേറ്റ് ഉണ്ട്. ഇത് തമ്മിൽ എന്താണ് 2.4 cm എപ്പാർട്ടാണ്. ഇതിൻ്റെ നടുക്ക് എന്താ ഇതിൻ്റെ സ്പേസിൽ ഗ്ലിസറിൻ ഉണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത് ഒരു പ്ലേറ്റ് നമ്മൾ പുള്ളി ചെയ്യുന്നുണ്ട്. ആ പ്ലേറ്റിന് സർഫസ് ഏരിയ 0.5 സ്ക്വയർ മീറ്റർ പറഞ്ഞിട്ടുണ്ട്, സ്പീഡ് 0.6 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 2 കണ്ടീഷനിൽ പുള്ളി ചെയ്യാനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഇത് എക്സാക്റ്റ് മിഡിലാണെങ്കിൽ, എക്സാക്റ്റ് മിഡിൽ എന്ന് പറഞ്ഞാൽ 2.4 ആണ്. അപ്പോൾ നമുക്ക് എന്താ ഒരു 1.2 മാറിയിട്ടാണ് വന്നെങ്കിൽ ഇതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയാൻ നേരത്തെ എന്താ ആ പ്ലേറ്റ് കുറച്ചും കൂടി താഴെ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് 0.8 സെൻറ്റിമീറ്റർ ആണ് വന്നത്. ബാക്കി മേളിലാണ് വരുന്നത്. 2.4 നിന്ന് 0.8 പോയിട്ട് ബാക്കി എന്താണ് 1.6 അറൗണ്ട് എന്താ മേളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷനിലുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് ഇങ്ങനെ വന്ന് ഇതിന് നമ്മൾ പുള്ളി ചെയ്യാൻ നേരത്തെ എന്ത് പറ്റും, ഇതിൻ്റെ മേളിലും താഴെയും ഫ്ലൂയിഡ് ആയതുകൊണ്ട് ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പുള്ളി ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഡ്രാഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് മേളിലും താഴെ എന്താ F1 F2 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കണ്ടുപിടിച്ചാൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ F എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും F1 + F2 ഈക്വൽ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ F1 ഉം F2 കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക സം ചെയ്യാം. അപ്പോഴാണ് ഫൈനൽ ഫോഴ്സ് കിട്ടുന്നത്. അപ്പോൾ F1 എന്ന് പറയാൻ നേരത്തെ നമുക്ക് എന്താണ് ഈ മേലത്തെ F2 താഴത്തെ ആകുമ്പോൾ ടോ 1 × ഏരിയ പ്ലസ് ടോ 2 × ഏരിയ. ഏരിയ സെയിം തന്നെയാണല്ലോ വരുന്നത്. അപ്പോൾ ഈ ടോ 1 ടോ 2 ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താ μ × du/dy ഇതാണല്ലോ. അപ്പോൾ ഇവിടെ ആകെ ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ എന്താ dy-ക്കാണ് ചേഞ്ച് വന്നത് അല്ലേ. ബാക്കി മ്യൂവും du വെലോസിറ്റിയും സെയിം ആണ്. dy എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ്. അപ്പോൾ ആദ്യത്തെ കേസിലെ dy എന്ന് പറയുമ്പോൾ എന്താ രണ്ടിലും 1.2 ആയിരിക്കും വന്നത്. ഇപ്പോൾ ടോ 1 എടുക്കുമ്പോൾ μ × du/dy1, ടോ 2 എടുക്കുമ്പോൾ μ × du × dy2. അപ്പോൾ ഈ dy1 ഉം dy2 ആദ്യത്തെ കേസിൽ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ കേസിൽ ടോ 1 കണ്ടുപിടിച്ചാൽ 2 ടൈംസ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, ടോ 1 × ഏരിയ × 2 ടൈം എടുത്താൽ ചെയ്യാം. രണ്ടാമത്തെ കേസ് വരുമ്പോൾ എന്താ ഒന്ന് 0.8 എടുക്കണം, മറ്റേത് 2.4 - 0.8 എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ചെയ്തേക്കണം. F എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു F1 + F2. ആദ്യത്തെ കേസിൽ എന്താണ് ടോ 1
mu ഇൻറ്റു ഡി യു ബൈ ഡി വൈ 0.012 എല്ലാം മീറ്ററിലേക്ക് കൊണ്ടുവന്നു. സോ 40.5 വന്നു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോ 1 ഇൻറ്റു ഏരിയ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 20.25 കിട്ടും. അത് ഇനി F2 ചെയ്യുമ്പോഴും എന്താണ് സെയിം 20.25 കിട്ടും. ഇനി എഫ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓഫ് F1 പ്ലസ് F2 ആണ്. ടോട്ടൽ എന്താ 40.5 കിട്ടും. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ കേസിൽ 1.8 ആണ്. സോ ബാക്കി 1.6. അപ്പോൾ ആ കേസിൽ എന്താ dy1 ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യുക 0.016 എടുത്തെങ്കിൽ സെക്കൻഡ് കേസിൽ എന്ത് ചെയ്യുക 0.8 എടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ, ഡൗട്ട്സ് ഇല്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ dy1 dy2 രണ്ട് വാല്യൂ എടുക്കുക. അവിടെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 45.54 കിട്ടും. സോ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ചിലയിൽ താഴെ മാത്രം ഫ്ലൂയിഡ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ഇന്നുകൂടി മനസ്സിലാക്കാനാണ് മേളിലും താഴെയും ഫ്ലൂയിഡ് വന്ന കേസ് പഠിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് വാല്യൂസ് എടുത്ത് ചെയ്യുക. ക്ലിയർ. കൂടുതൽ സെഷൻസ് കാര്യങ്ങൾ നമ്മുടെ വൺസിൻ്റെ ആപ്പിലുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. താങ്ക് യു.